എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിലേക്ക് റിയാക്ഷൻ ആണ്. കാങ്കുവ കങ്ക കങ്ക കാങ്കുവ വാപളന്തൻ കങ്കുവ വാ പൊളന്ത് പാക്ക 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 പക്കാല പാടവ കച്ചേരി കൂടാൻ വാ. മതി. കൂടുതൽ നമുക്കൊന്ന് കൂടാം. എല്ലാരും വരും, നമുക്കൊന്ന് ഒത്തുകൂടാം. കങ്കുവ വന്നിട്ടുണ്ട് അല്ലേ? നമ്മളിങ്ങനെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. കണ്ടമാനം ആൾക്കാരുണ്ടല്ലോ ഈ ലോകത്തിപ്പോ. എല്ലാരെയും എടുക്കാം. പല ഇൻഡസ്ട്രിയിൽ നിന്നും പലതും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. എന്തായാലും കങ്കുവ സിനിമ OTT വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈമില് ഇന്ന് മുതൽ ഇത് സ്ട്രീമിംഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ട്രോൾ വീഡിയോ ഉണ്ട് നമ്മുടെ PK ട്രോൾസ്. ഇനി റോസ്റ്റ് വീഡിയോ ഒക്കെ വരാനുണ്ട്. അതിനൊക്കെ കറക്റ്റായ വെയിറ്റിംഗിലാണ്. ഓക്കെ, Any creator, any director in Indian film industry, வாய பொளந்து பார்க்க போறாங்க. ഇന്ന് അവനെ പീസ് ആക്കിയിട്ട് തന്നെ കാര്യം തുടങ്ങാം. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി മുഖമൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ஸ்கூல்ல டீச்சர் இருந்தாலும் டியூஷன் ஒரு டீச்சர் வச்சிருந்தல அது மாதிரி தான். போலீஸாலே பிடிக்க முடியாது. கிரிமினல் போலீஸுக்கு பிடிச்சு கொடுக்குற வேட்டக்காரனுங்கடா மொட்டை. ഒരു മാറ്റവും ഇല്ലല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? പെമ്പിള്ളേഴ്സ് ഒരോളമായിക്കോട്ടെ എന്ന് കരുതി. എല്ലാം നിനക്ക് വേണ്ടിയാണ്ട, നിനക്ക് വേണ്ടി മാത്രം. ഇത് കണ്ടോ? നിന്റെ തലയ്ക്കാണ് ഓളം എന്ന എല്ലാവരും വിചാരിക്കുക. പോടാ വന്ന് അടുത്ത കോമഡി. ഇതിനെ ഉന്മാദം എന്ന് പറയും. പച്ച മലയാളത്തിൽ ഭ്രാന്ത്. നീതണ്ടാ മതി കേക്കട്ടെ. ഒരു സുഖം, ഒരു മനസുഖം. നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ? അല്പം തമാശയൊക്കെ വേണ്ടേ? நீங்க கேட்ட டிசோசா எனக்கு வர வேண்டிய 5 lakh பவுண்டி கொடுங்க. ஏய் கமிஷனர், 5 lakhs என்கிட்ட கொடுங்க. ஏய் யோ முடிச்சது நான் தான். ஹேய் முடிச்சது நான் தான். കൊള്ളാ, പത്ത് പൊട്ടിയ ചട്ടിയും കണ പൊട്ടിയ കയ്യിൽ നല്ല കൂട്ട്. അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറൽ കണ്ടുപിടിക്കാതെ ശ്രമത്തില്ല. யாரா அவனை பிடிச்சது? நீங்க தான். சரி புடிச்சா யார் புடிச்சா? நீங்க தான். இந்த 5 lakhs நீங்க ரெண்டு பேரும் பிரிச்சு இவங்க கூட பிரீத் பண்றாங்க. கூட ஷேர் பண்ண மாட்டா. பவுண்டி பண்ணி ஷேர் பண்ணுவா. I'll never share my money with this kachora. എന്ത് ചീഞ്ഞ കോമഡിയാണ്. ഓ മൈ ഗോഡ്, കൊള്ളൂല്ലേ? അയ്യോ, എന്തൊരു നവരസം. ഇങ്ങനെ വേണം അഭിനയിക്കാൻ. என்னதான் பாக்குற? அடா பாவி சீட்டு. பிரான்சிஸ், உன்னோட எக்ஸ்பிரஷன் நான் எடுத்துக்கிறேன்பா. എന്റെ ജെയ്സാ, ഞാനും ഒരെണ്ണം തെറ്റിക്കെടുക്കാന്നാ തോന്നണേ. അയാളുടെ മാത്രമല്ല, എന്റെ ഒരെണ്ണം തെറ്റിക്കിടക്കുക. അല്ലെങ്കിൽ നീ കൂടി ചേർത്ത് കോപ്പറേറ്റ് കാണിക്കോ? ഒന്നാമത്തത് എനിക്ക് അത്ര വിശ്വാസമില്ല കേട്ടോ. എന്തോ Accelerator! Hey, accelerator!
ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? That's my secret. അത്രക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരായിരുന്നു അത്. സൂര്യൻ ഇതുപോലെ വെറുപ്പിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എപ്പോഴും നല്ലത് മാത്രമേ സംഭവിക്കുന്നു വിചാരിക്കുന്നതല്ല പോസിറ്റീവ് തിങ്കിങ്. പകരം സംഭവിച്ചത് എന്താണേലും അതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്നതാണ് പോസിറ്റീവ് തിങ്കിങ്. സൂര്യണ്ണ അലറിക്കൊണ്ടിരിക്കുക, ഫുൾ ടൈം അലറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? കത്തിനെ കാണാം സൗണ്ട് എഫക്ട് അവളോ പൊട്ടാണ് കത്തിനെ ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? അവന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. സത്യം ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു. ഇനി മറ്റൊരു കാൻഡിഡേറ്റിനെ പരിചയപ്പെടുത്താം. കച്ചറ പിള്ളേരാ, അലമ്പ്, ഇത്രയും അലമ്പ് പിള്ളേരെ എന്റെ കരിയർ ഞാൻ കണ്ടു. ഇതുപോലത്തെ ഒരു വെറുപ്പിച്ചക്കൻ, കറക്റ്റ് ഒരു വേട്ടാവളിയും ചെക്കൻ. ആ ചെക്കനാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ ഉറപ്പിക്കുന്നത്. അഴുക്കച്ചെറുതാണ് തന്തേക്കാൾ മോശം. இடி தரை இறங்குச்சுனா எதிரி கப்பல் எல்லாம் கசமாறிச்சுனா ஒரே ஒரு காரணம் தான் கங்கா. ഒന്ന് വിളിച്ചോണ്ട് പോകോ. പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് പല്ല് പാകച്ചിട്ടുണ്ടാക്കിയേ ഓൾഡ് ബാഗ് പിക്കിൾസ്. സീനം വായിച്ചപ്പോ സാർ എഴുതിയിരിക്കുന്ന പോലെ ഒരു ബൈക്ക് ജമ്പ് തന്നെയാണ് പ്ലാൻ. പക്ഷേ ബൈക്ക് ജമ്പ് നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ സാർ. ഇതൊരു ത്രില്ലിംഗ് ആയിട്ടാകാമെന്ന് വിചാരിച്ചു. എന്നാ ഒന്ന് കാണിക്ക് ശ്രാങ്കെ, എല്ലാവരും കണ്ടോടാ എന്റെ പുതിയ ഐറ്റം. നമ്മളില്ലേ വില്ലൻ ബോബി ഡിയോളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. ഓഫീസ് ചപ്പൽ യുവത്വം കൊതിക്കും സ്റ്റൈലുകൾ. പുള്ളി ഇപ്പോ വല്ല അപസ്മാരം വന്ന് മറിഞ്ഞു കെട്ടി വീഴുന്നു വിചാരിക്കും, പക്ഷെ വീഴൂല. അങ്ങനെ പല്ലൊക്കെ എറിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ കളിക്കുക. ഒരു ഗുണമില്ല, പണമേ പോക്കാണ്. പിന്നെ വില്ലന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പൊ വന്താൻ തലവരവാ சிங்கம் மாதிரி இந்த மனுஷனை என்ன பண்ணி வச்சுக்கிறாங்கப்பா. അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചിത്രമുണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കാട്ടവരാതെ പടം കാട്ടവരാതെ പടം. ഇപ്പൊ എങ്ങനെയുണ്ട്, സന്തോഷായില്ലേ? ഇതുപോലൊരു മലം കണ്ട് ഇടക്കാലത്ത് ഇറങ്ങിയിട്ടില്ല. എന്നോടൊരു അസൂയുണ്ടല്ലേ? ഞാൻ അങ്ങനെ കളയിലും കയ്യിട്ട് മാറുന്നതിന് അസൂയല്ല, സഹതാവാണുള്ളത്. ഒരുപാട് മലയാള സിനിമകളിലും മറ്റ് ഇന്ത്യൻ ഭാഷ ചിത്രങ്ങളെ ചെയ്യുന്ന പോലെ ഇതിനുമുണ്ട്. രണ്ടാം ഭാഗം വരാർ. ബാപ്പു കളി വരാൻ പോകുന്നത്. എന്റെ പൊന്നു മുതലാളി, ദേവി ഇതെന്നെ സഹായിക്കരുത്. ബ്ലേഡ് കൊണ്ട് കൈ മുറിഞ്ഞ മരുന്ന് വെച്ച് മാറ്റാം. കഴുത്ത് അറുത്തെടുത്താ പിന്നെ ജീവിക്കുന്നത് എങ്ങനെയാ? എതിർപ്പുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒട്ടേറെ പ്രതിബന്ധങ്ങളിലൂടെ കല വളരും.
ഇനി നീ കല ഓർക്കുന്നത് എന്നെ കൊന്നിട്ടായിരിക്കും. പണ്ണന്റെ തിരിച്ചു വരവ് കുറെ കാലമായി, ഇനിയും വെയിറ്റ് പണ്ണണം. ഇത് എല്ലാവരുടെയും വിധിയാണ്. ഒരു രക്ഷയില്ലാത്ത ട്രോളായിപ്പോയി, വേറെ ലെവൽ ട്രോള്. അയ്യോ, അത് എല്ലാ സാധനവും ആ സിനിമക്കകത്ത് എത്രയൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വേറൊരു സംശയം, ഞാൻ കണ്ടപ്പോൾ മുതൽ, അന്ന് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു, പിന്നീട് അത് ഞാൻ വിട്ടുപോയിരുന്നു. ഇപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഓർത്തു വന്ന്. അതായത് മറ്റേ ഫ്രാൻസിസും മറ്റേ പെണ്ണും ഒരാളെ പിടിക്കാൻ പോകണല്ലോ, വൻ ടീമാണ്. അതായത് പോലീസിന് കിട്ടാത്ത ആൾക്കാരെ പിടിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. എത്ര പ്രതിഫലം എന്ന് കേട്ടോ? 5 ലക്ഷം രൂപ. പോകുന്ന വണ്ടികള് ഒക്കെ ഓടി അതിന്റെ മുകളിലേക്കുള്ള വണ്ടികളാണ് യൂസ് ചെയ്യുന്നത്. 5 ലക്ഷം രൂപയ്ക്ക് പണിക്ക് പോണ ആൾക്കാരാ. നീ പറഞ്ഞില്ലേ, അതായത് ഇതിലെല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയെന്ന്. എനിക്ക് അങ്ങനെയല്ലേ തോന്നുന്നു. ഇത് സിനിമ മൊത്തം ട്രോളാക്കി ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രം കുറച്ചേ എടുത്തിട്ടുള്ളൂ. അങ്ങനെയല്ല, ഏതൊക്കെ സാധനങ്ങളാണോ നമ്മളെ വെറുപ്പിച്ചിട്ടുള്ളത് അത് ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ആ നമ്മളെ വെറുപ്പിച്ച സാധനങ്ങളിലൊക്കെ കുറേശ്ശെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ തള്ള കാറി പൊളിക്കണം. അതെന്നിട്ട് ഇന്റർവ്യൂവിന് വന്നിരുന്നിട്ട് കാറിന്ന് സൈക്കിളായിട്ടത് ആ തള്ള ഇടക്കിടക്ക് അതിലൂടെ ഇതിലൂടെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എന്ത് വെറുപ്പിക്കലല്ലേ. ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കിങ്സിനെ കാണിച്ചപ്പോ നമ്മുടെ റിവ്യൂവറില്ലേ, ആ സാധനം അത് ശരിക്കും അയാളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്രസ്ട്രേറ്റ് ആവുക എന്ന് പറഞ്ഞതിന്റെ അങ്ങേ അറ്റം വരുന്നു. ആ സമയത്ത് ശരിക്കും ശിവേങ്ങാനും കേരളത്തിലൊക്കെ കാല് കുത്തിയായിരുന്നെങ്കിൽ. കേരളം നമ്മുടേതാ, കേരളം നമ്മൾ കത്തിക്കും. സത്യമായിട്ടും അന്നൊക്കെ ആ ചെങ്ങയൊക്കെ ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ തലയെങ്ങാനും കാണിച്ചു വെച്ചായിരുന്നെങ്കിൽ തല ഉണ്ടാവൂലായിരുന്നു. അമ്മാരി വെറുപ്പിച്ചിട്ടുണ്ട് മനുഷ്യന്മാരെ. എന്തായാലും എല്ലാവരും ഈ സിനിമ കാണണം. ആമസോൺ പ്രൈമില് 8-ാം തീയതി തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയോ? ഇന്നലെ 8-ാം തീയതി. ശരിയാണല്ലോ അല്ലെ, മറന്നുപോയി. അപ്പൊ എന്തായാലും നിന്റെ ഭാഗ്യം, മറവി അനുഗ്രഹം. ഞാൻ ഇതിനെ കുറിച്ച് ഓർക്കാറേ ഇല്ലാന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ഞാൻ ആ കാര്യം പോലും വിട്ടായിരുന്നു. ഇതിന്റെ 2ാം ഭാഗം വരാണ്ടത്. ഇപ്പൊ ഇതിന്റെ ലാസ്റ്റ് കോക്ക് പറയുമ്പോഴാണ് അല്ല, അത് മനസ്സിലായി. എന്നാലും ഇതിന് 2ാമതൊരു പാർട്ടും കൂടി ഉണ്ടല്ലോ എന്നുള്ള സാധനമൊക്കെ ഇപ്പോഴത് പിന്നെ ഓർത്തത്. ലാസ്റ്റ് റോളക്സിന്റെ വൈബ് പിടിച്ചതാണ് കാർത്തിനെ കൊണ്ടുവന്നിട്ട് റീപ്ലേസ്മെന്റ് തിരിച്ചു കൊടുത്തു, അനിയനിട്ട് കൊടുത്തു. ഇതിലും കിട്ടിലൻ ആക്ടിങ് ആയിരുന്നു. ഏതാണെന്നറിയോ, ഈ ശിവയും നമ്മുടെ കാർത്തിയും കൂടെ ഒരു സ്റ്റേജിൽ വന്നായിരുന്നു. അപ്പം അവിടുത്തെ അവതാരകൻ ചോദിച്ചു കാർത്തി കങ്കുവേലുണ്ടോന്ന്. അപ്പൊ കാർത്തിയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, അത് ഡയറക്ടറോട് ചോദിച്ചു നോക്കുന്നു. ആ ആക്ടിങ് എങ്കിലും എടുത്താൽ മതിയായിരുന്നു. കാർത്തി ഉള്ളത് അറിഞ്ഞൊരാളുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ കത്തിക്കാൻ പോകുമ്പോ 2 കയ്യങ്ങ് പോവും, എന്നിട്ട് സാധാരണ നമ്മളെ ചെറുകം വന്നുള്ള രീതിയിൽ കയ്യോയാണ്. എത്ര ഇഷ്ടമുള്ള ആളാണെങ്കിലും എത്രക്ക് കാര്യമുള്ള ആളാണെങ്കിലും നമ്മുടെ കൈ വെട്ടി, കൈ രണ്ടും ഇല്ല. നമ്മള് കരയുമായിരിക്കോ അതോ അവരോടുള്ള ദേഷ്യമായിരിക്കും വരുന്നത്. ഞാനാണെങ്കിൽ കാലില് സത്യം. എന്നിട്ട് അവൻ വന്നേനെ അങ്ങോട്ട് ആഘോഷിക്കുക. 2 കൈയില്ല, 2 തലയില്ല കൈയിന്റെ. ഇത് കൈ ഇവിടുന്നാണ് പോയത്, എത്രയും ഉയർത്തുന്നത്. താഴെ എന്തൊക്കെ പോയിട്ടുണ്ട് നമുക്ക് അറിഞ്ഞൂടാ. താഴേക്കാണല്ലോ ഈ കത്തി വീഴുന്നത്. അത് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. കങ്കുവേനെ കാണിക്കുന്ന സമയത്തും ഉണ്ട് കേട്ടോ കൈയില്ലാത്തൊരു മനുഷ്യൻ. സ്വന്തം കൈ വെട്ടിയിട്ടിട്ട് ഓടിപ്പോ എന്റെ മോനെ. എന്നിട്ട് അതേലാണ് മറ്റേ ചെണ്ടേന്റെ സാധനം കൊട്ടി വെച്ചിട്ട് 2ാമത് കൊല്ലാൻ വേണ്ടി പോകുമ്പോ ചെണ്ട. എനിക്ക് നേരത്തെ പറഞ്ഞ ദ്വയാർത്ഥം മനസ്സിലായില്ലെന്തോ. ഏതാടാ? താഴേക്ക് പോകുമ്പോ എന്തൊക്കെ പോയെന്നുള്ളത് അറിയില്ല. കറക്റ്റായിട്ട് പിടികിട്ടിയായിരുന്നു. ഒന്നില്ലേ നിന്റെ കൂടെ തന്നെ ഞാൻ ഇങ്ങനെ ആയത് എന്റെ കൂടെ നടന്നിട്ടാ. ഞാൻ നല്ലൊരു മനുഷ്യനായിരുന്നു സത്യം. പക്ഷെ ഇപ്പോഴതാണ് അടിപൊളി. അല്ല, നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ സ്വഭാവം മോശമായിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു മാറ്റം വന്നത്. എന്താണെങ്കിലും ഇതൊക്കെ കാണുമ്പോ നമ്മുടെ സ്വഭാവം വെച്ച് ഇതിനെ ഒന്ന് അളന്നാ പോലും നമ്മളൊക്കെ എന്ത് ഡീസന്റ് ആണ്. ഞാൻ ഡീസന്റ് അല്ലാത്ത ഒരാളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയാണ് ജ്യോതിക. ഒന്ന് സൂര്യയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ എനിക്കിഷ്ടമാണ്. ഇത് സൂര്യയുടെ ഭാര്യയായിട്ട് പറയല്ല, സിനിമാ മോഹി, സിനിമയുടെ ആള് എന്നുള്ള രീതിയിൽ പറയാണ്. കങ്കുവ ആദ്യത്തെ 20 മിനിറ്റ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ
വേറെ ലെവൽ സിനിമയാണെന്ന് പറഞ്ഞത്. ഇപ്പൊ പല ആൾക്കാരും ഇങ്ങനെയാണ് സിനിമ കാണുന്നതെന്നുള്ളത് മനസ്സിലായി. അതായത് നമുക്ക് ഇഷ്ടപ്പെടാത്ത സാധനം നമ്മളങ്ങ് മാറ്റണം, എന്നിട്ട് ബാക്കി സിനിമ അങ്ങ് ഇഷ്ടപ്പെട്ടോ. ബാക്കി അടിപൊളിയാ. അല്ല അവരുടെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ജ്യോതികക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അവരുടെ നിലപാടുകൾ, ഭീകരം. പക്ഷെ എന്താണെങ്കിലും പൊളിച്ച സിനിമയായിരുന്നു കേട്ടോ. OTT വന്നിട്ടുണ്ട്, കാണും. അത് നല്ല ഗംഭീര സാധനമല്ലേ. അത് ജനങ്ങള് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടും സൂര്യയുടെ ജ്യോതികയുടെ ഭർത്താവായിട്ടുള്ള സൂര്യയുടെ സിനിമ പൊട്ടട്ടെ എന്ന് തീരുമാനിച്ച് ഡീഗ്രേഡ് ചെയ്ത് പൊട്ടിച്ചതാണോ? മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം. അപ്പൊ എന്തായാലും ഞങ്ങള് പോട്ടെ, വേർത്തു, ചൂടെടുത്തു, കങ്ക വന്നോണ്ടാന്ന്. സോഷ്യൽ മീഡിയ ഇനി ചൂടാവുന്നു, ഓളം സൃഷ്ടിക്കാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.